നമസ്കാരം. കോവിഡ്, നിപ്പ പോലുള്ള മഹാമാരിയുടെ കാലഘട്ടത്തിൽ ടീച്ചർ അമ്മയാണ് കേരളത്തെ കരകയറ്റാൻ അക്ഷീണം പ്രവർത്തിച്ചതെന്നും അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുമെല്ലാം കരുതുന്നവരാണ് ഒട്ടുമിക്ക മലയാളികളും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ കെ ശൈലജ ടീച്ചർ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുകയായിരുന്നു എന്ന രീതിയിൽ നിരവധി റിപ്പോർട്ടുകളും ആരോപണങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലൊരു ആരോപണം അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കോവിഡ് കാലത്ത് 1300 കോടിയുടെ അഴിമതിയാണ് കെ ശൈലജ ടീച്ചർ നടത്തിയതെന്നാണ് റിപ്പോർട്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ടീച്ചർ അമ്മ മഹാമാരി കാലത്ത് നടത്തിയിട്ടുള്ളത് സേവനമല്ല വൻ കൊള്ളയായിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭരണകൂടം ഈ അഴിമതിക്ക് മറുപടി പറഞ്ഞിട്ടില്ല. ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും അതിനുള്ള മറുപടി ടീച്ചർ അമ്മ പറയേണ്ടി വരുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PPE കിറ്റ് അഴിമതിയെ പറ്റി ജനങ്ങൾ ചോദിച്ചിരിക്കും. കോവിഡ് കാലത്ത് നടന്നത് സമ്പൂർണമായ അഴിമതിയാണെന്ന് ഉറപ്പുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ മുൻപന്തിയിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. 1300 കോടിയുടെ അഴിമതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ ആരോഗ്യമന്ത്രിയായ കെ ശൈലജ ടീച്ചറും പ്രതികരിക്കാത്തത് എന്തേയെന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്തെ അഴിമതികളുടെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രി തന്നെയാണെന്ന് അദ്ദേഹവും അടിവരയിട്ട് പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അന്വേഷണം ആരംഭിക്കേണ്ടത്. ഇന്നത്തെ രാഷ്ട്രീയം അഴിമതി നിറഞ്ഞത് മാത്രമായി മാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അന്വേഷണ ഏജൻസികൾ പിണറായി വിജയന് മുന്നിൽ മുട്ടുമടക്കുകയാണ് എന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെ കാര്യങ്ങളുടെ പോക്ക് എന്നും അദ്ദേഹം പറയുന്നു. ആരോപണങ്ങൾ പലതും വന്നിട്ടും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഇപ്പോൾ കെ ശൈലജ ടീച്ചർക്കെതിരെ കൊണ്ടുവന്നിരിക്കുകയാണ്. CPM-ഉം BJP-യും കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും എല്ലാവർക്കും അത് നന്നായി അറിയാമെന്നും വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അത് വില പോകില്ല എന്നും 20-ൽ 20 സീറ്റും UDF-ന് തന്നെ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പും ലോകായുക്തയിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് വീണ എസ് നായരും ശൈലജ ടീച്ചറുടെ ഈ കോവിഡ് അല്ലെങ്കിൽ നിപ പോലുള്ള കാലഘട്ടത്തിന് പിന്നിൽ നടന്നിരിക്കുന്ന അഴിമതിയെ കുറിച്ച് ഒരു റിപ്പോർട്ട് തന്നെ പങ്കുവച്ചിരുന്നു. അതായത് ടീച്ചർ അമ്മയുടെ കീഴിലുള്ള സാമൂഹിക നീതി വകുപ്പിലുള്ള മറ്റൊരു അഴിമതിയുടെ രേഖയായിരുന്നു സാമൂഹിക മാധ്യമത്തിലൂടെ അവർ പുറത്തുവിട്ടത്. ഹാർപിക്, ലൈസോൾ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ബ്രാൻഡിംഗ് ചെയ്യാൻ തുക ചിലവഴിച്ച ക്രമക്കേടായിരുന്നു അവർ പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര കമ്പനികൾക്ക് ബ്രാൻഡിംഗ് ചെയ്യാൻ ഇത്തരം കാലഘട്ടം ഉപയോഗിച്ചു എന്നും അതുവഴി നികുതി പണം എന്തിന് ഉപയോഗിക്കുന്നു എന്ന ചോദ്യവും ഉയർത്തിക്കൊണ്ടായിരുന്നു അവർ രംഗത്തേക്ക് വന്നതും ടീച്ചർ അമ്മയുടെ അഴിമതി കഥകൾ പുറത്തുവിടാൻ ശ്രമിച്ചതും. അവരുടെ വിവാദ കുറിപ്പിൽ പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ്. അതായത് സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. സാമൂഹ്യമായി കഷ്ടത അനുഭവിക്കുന്നവർക്ക് അത്താണിയാകേണ്ട സ്ഥാപനം കോവിഡ് കാലത്ത് നടത്തിയ ഇടപാടുകൾ ദുരൂഹമായിരുന്നു. ഹാർപിക്, ലൈസോൺ പോലുള്ള കമ്പനികൾക്ക് ബ്രാൻഡിങ്ങിന് പോലും ലക്ഷങ്ങൾ അനുവദിച്ച രേഖയാണ് ഉള്ളത് എന്നും UK കുത്തക കമ്പനികളുടെ ബ്രാൻഡിങ്ങിനായി നമ്മുടെ നികുതി പണം എന്തിനു ചെലവഴിക്കണമെന്നായിരുന്നു പോസ്റ്റ്. അതായത് CPM എന്തിന്റെ പേരിലാണോ ടീച്ചർ അമ്മയ്ക്ക് വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതേ വിഷയത്തിൽ ഇപ്പോൾ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. അതുപോലെ തന്നെ ആരോപണങ്ങൾ ശക്തമാകുകയാണ്. അതായത് ടീച്ചർ അമ്മ എന്നത് CPM-ന് ഒരു വെല്ലുവിളിയാകുമോ എന്നൊരു സാഹചര്യം കൂടെ ഇപ്പോൾ ഉടലെടുക്കുന്നുണ്ട്.